ഇവിടെ ഇവനാണെങ്കിൽ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് ഇവന്റെ കയ്യിൽ തന്നെ ഒരു അടയാളം വരക്കാണ്. ഇതേ സമയം തന്നെ ഇവന്റെ എക്സ് ഗേൾ ഫ്രണ്ടും അവളുടെ ഇപ്പോഴത്തെ കാമുകനും കൂടെ അങ്ങോട്ട് വരാൻ ഇവനെ കണ്ട ഇവളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരിഹസിച്ച് അത് ശരി നീ ഇപ്പോഴും ഒറ്റക്കാണല്ലേ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഇവനാണെങ്കിൽ ഇവന്റെ കയ്യിൽ ആ ലിപ്സ്റ്റിക് കാണിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ വേറെ ഒരുത്തിയായിട്ട് ഡേറ്റിംഗിലാണ്, നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ട് ഇവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അത് ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ ആ ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെറുക്കൻ ശരിക്കും പെട്ടുപോകാണ്. ഇവനാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കും, അവൾ റെസ്റ്റ് റൂമിൽ പോയതാണ്, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ അവിടെ വൈൻ കുടിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരത്തേക്ക് ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിക്കാമോ എന്ന് ചോദിക്കുകയാണ്. വെറുതെ ഒന്നും വേണ്ട, നിന്റെ ഓരോ വാക്കിനും ഞാൻ പൈസ തരാമെന്ന് പറയാണ് ഇവൻ. അങ്ങനെ ഇവളും അത് സമ്മതിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മറ്റവരുടെ അടുത്തേക്ക് പോവുകയാണ്. ഇവന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടിന്റെ സൗന്ദര്യം കണ്ട് ഇവൾക്കാണെന്നുണ്ടെങ്കിൽ അസൂയയും കുശുമ്പെല്ലാം തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുക്കനാണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ടിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ ഇവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അല്ല എന്നാലും എങ്ങനെയാണ് എനിക്ക് ഈ മണ്ടനെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഇവളാണെന്നുണ്ടെങ്കിൽ ഇവന്റെ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു നോട്ടെടുത്ത് ഇവൾക്ക് കൊടുക്കണം. അത് കിട്ടിയ പാടെ ഇവളാണെങ്കിൽ ഇവൻ ഭയങ്കര സ്മാർട്ടാണ് അതാണൊക്കെ പറഞ്ഞ് തള്ളി കളിക്കാൻ തുടങ്ങും. അത് കേട്ട് മറ്റവളാണെങ്കിൽ ഓക്കെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, ഈ വരുന്ന ആഴ്ച എന്റെയും എന്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിന്റെയും കല്യാണമാണ്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് റിംഗ് എല്ലാം കാണിച്ചു കൊടുക്കണം. ഇത് കണ്ടത് നമ്മുടെ ചെക്കനാണെങ്കിൽ മറ്റവളോട് അവളുടെ മോതിരം ഊരി തരാൻ വേണ്ടി പറയാണ്. അത് കേട്ടതും ഇവളും എൻ്റെ മുഖത്തേക്ക് നോക്കും. ഇവനാണെങ്കിൽ ഒരു നോട്ടെടുത്ത് ഇവൾക്ക് കൊടുക്കും. അത് കിട്ടിയ പാടെ ഇവളാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോതിരം ഊരി ഇവന് കൊടുക്കും. ഇവൾ കൊടുത്ത മോതിരം ഉപയോഗിച്ച് ഇവനാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഇവളെ പ്രപ്പോസ് ചെയ്യാം. അപ്പോൾ ഇവളാണെങ്കിൽ ഇവന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കും. അപ്പോൾ ഇവനാണെങ്കിൽ ഇവന്റെ പേഴ്സ് കാണിച്ചു കൊടുക്കും. അതിലാണെങ്കിൽ ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരൊറ്റ നോട്ട് പോലും ഉണ്ടാവില്ല. ഇതാണ്ട് ഇവളാണെന്നുണ്ടെങ്കിൽ ഉടനെ അവിടുന്ന് എഴുന്നേറ്റ് അവളുടെ മോതിരം തിരികെ വാങ്ങി എൻ്റെ പണി കഴിഞ്ഞു ഞാൻ പോകാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ. ഇതാണ് മറ്റവർ രണ്ടുപേരും ചിരിക്കാം. പക്ഷെ ആ ചിരി അധികം നീണ്ടുന്നില്ല. 9 മണിയായപ്പോൾ ഇവളുടെ ആ ബോയ് ഫ്രണ്ടിൽ അവനാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ സമയം കഴിഞ്ഞു, ഇനി എനിക്ക് അടുത്ത കസ്റ്റമറെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് അവളുടെ ഒരു മോതിരം വാങ്ങിയിട്ട് അവിടെ പോകാം. ഇത് കണ്ടിട്ട് നമ്മുടെ ചെക്കനും പൊട്ടിച്ചിരിക്കാം.